ഭൂമിയാവുന്നു. ലോകത്തൊരു തീർത്ഥാടന കേന്ദ്രത്തിലും ഇങ്ങനൊരു സന്ദേശമില്ല. ഭഗവാനും ഭക്തനും തമ്മിൽ വ്യത്യാസമില്ല, ഞാനും നീയും തമ്മിൽ വ്യത്യാസമില്ല. അവിടെ അയ്യപ്പനെ കാണാൻ വരുന്നവരെല്ലാം നമ്മൾ അയ്യപ്പന്മാരെന്നാണ് വിളിക്കുന്നത്. ആ ഒരു സന്ദേശം ഒരു വിശ്വമാനവീയരുടെയാണ്. ആ വിശ്വമാനവീയരുടെ സന്ദേശം ഒരു ലോക തീർത്ഥാടന കേന്ദ്രമാക്കി ഇതിനെ മാറ്റാൻ സഹായിക്കുന്ന സന്ദേശം കൂടിയാണ് എന്നുള്ളത് ആഗോള സംഗമത്തിന്റെ മുമ്പിൽ ഈ വിഷയം വരുമ്പോൾ അത് ഏറ്റെടുക്കുന്ന ഒരു ഘടകമാണ്. ആ തരത്തിൽ മുന്നോട്ട് പോകുമ്പോൾ യഥാർത്ഥത്തിൽ ക്ഷണിക്കപ്പെട്ട അതിഥികൾ എന്ന് വെച്ചാൽ തെരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സെമിനാർ പോലെ സംഘടിപ്പിച്ച് ഈ സൗകര്യങ്ങൾ വികസനം ഉറപ്പാക്കുന്നതിനും പശ്ചാത്തല സൗകര്യം അവിടെ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തന്മാർക്ക് എന്തൊക്കെയാണ് ഭാവിയിൽ വേണ്ടത്, എന്തൊക്കെ പോരായ്മകളുണ്ട്, പുതിയ നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ, അതെല്ലാം അവരോട് കൃത്യമായി ഓരോ എത്തുന്ന ഡെലിഗേഷനോടും ഓരോ സംഘത്തോടും എഴുതി വാങ്ങിച്ച് അതിന്റെ കമ്മിറ്റി രൂപം കൊടുത്ത് അവസാനം അത് നടപ്പിലാക്കലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് ഈ ആഗോള അയ്യപ്പ സംഗമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനത്തിന്റെ ഉള്ളടക്കമാണ്. അതിനെ മറ്റു രൂപത്തിൽ രാഷ്ട്രീയമായിട്ടോ മറ്റു വിഭാഗമായിട്ടോ ഒന്നും കാണേണ്ടതില്ല. അത്തരൊരു വിവാദത്തിന്റെ പ്രശ്നങ്ങൾക്ക് അടിസ്ഥാനവും ഇല്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ ആ വിഷയത്തെ സംബന്ധിച്ചുള്ള ഉള്ളടക്കം എന്ന കാര്യമാണ് എടുത്തു പറയാനുള്ളത്. ഈ ദേവസ്വം ബോർഡ് എടുത്ത തീരുമാനം എന്ന് പറയുമ്പോഴും വിശിഷ്ടാതിഥികളെ ക്ഷണിക്കാൻ പോകുന്നത് അങ്ങോട്ടുള്ള മന്ത്രിമാരാണ്, കേരള സഭ ആളുകളെ ക്ഷണിക്കുന്നു. അപ്പോൾ എങ്ങനെയാണ് ദേവസ്വം ബോർഡ് പ്രതിപക്ഷവും BJP ഒക്കെ ചോദിക്കുന്നത്? അല്ല, അവർ ചോദിക്കുന്ന സഹായം അഭ്യർത്ഥിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായി ഒരു മതനിരപേക്ഷ ഗവൺമെന്റിന് ദേവസ്വം ബോർഡ് എടുക്കുന്ന തീരുമാനത്തെ സഹായിച്ചു കൊടുക്കണം. ഈ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളിലും ഗവൺമെന്റ് സഹായം വേണമെന്ന് അഭ്യർത്ഥിച്ച് നമ്മൾ കൊടുക്കണ്ടേ? അതൊരു മതനിരപേക്ഷ ഗവൺമെന്റ് ചുമതലയല്ലേ? ആ തരത്തിൽ നമ്മളിപ്പോൾ ക്ഷണിക്കാൻ പോയത് ഒരു മുഖ്യമന്ത്രിയെ ക്ഷണിക്കാൻ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കേരളം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തന്മാർ എത്തിച്ചേരുന്ന സംസ്ഥാനം തമിഴ്നാടാണ്. അവിടുത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ സാധാരണ ഒരാൾ ചെന്ന് ക്ഷണിക്കുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു വ്യക്തിയുണ്ടല്ലോ, അത് മാറിയിട്ട് സ്വാഭാവികമായി ദേവസ്വം വകുപ്പ് മന്ത്രി എന്നുള്ള രൂപത്തിൽ ദേവസ്വം ബോർഡ് അഭ്യർത്ഥിക്കുമ്പോൾ ആ കാര്യത്തിൽ പോകാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ആ നിലയ്ക്ക് ബഹുമാനായ മുഖ്യമന്ത്രി അവിടെ പോയി കാണുകയും അദ്ദേഹം തന്നെ സ്വാഗതം ചെയ്യുകയും ഞാനിത് പറഞ്ഞു തീർന്നിട്ട് അപ്പോൾ അത്തരത്തിൽ അത് മുഖവിലേക്ക് എടുക്കുകയും അവരുടെ എല്ലാ സഹകരണവും ഉറപ്പാക്കുകയും 2 മന്ത്രിമാരെ അദ്ദേഹം അയക്കുമെന്ന് ഇപ്പോൾ മെസ്സേജ് തിരിച്ചു തരികയും ചെയ്തു. അവിടുത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി ശേഖർ ബാബുജി, അതേപോലെ തന്നെ IT വകുപ്പ് മന്ത്രി പളനി വേലിനെ അയക്കുമെന്നുള്ള സന്ദേശവും തന്നു. അപ്പോൾ ആ തരത്തിൽ ഗൌരവത്തോടുകൂടി ആ വിഷയം എടുത്തതുകൊണ്ടാണ് അങ്ങനെ രൂപത്തിലേക്ക് വന്നത്. കൃത്യമായി ദേവസ്വം കമ്മീഷൻ ഞങ്ങളെല്ലാം ഉൾപ്പെടെയാണ് പോയത്, ഞാൻ ഒറ്റയ്ക്കല്ല പോയത്. അതിൽ ബന്ധപ്പെട്ട ദേവസ്വം വകുപ്പിന്റെ ഉദ്യോഗസ്ഥ പ്രമുഖരും സെക്രട്ടറിയും ഒക്കെ ഉൾപ്പെടെയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് അതിനകത്ത് വേറെ തെറ്റായ ഒരു വ്യാഖ്യാനം വരാനില്ല. സർക്കാരിന്റെ ശബരിമലയോടുള്ള നിലപാടെന്താണ്? യുവതീ പ്രവേശ വിധി നടപ്പാക്കാൻ ബാധ്യസ്ഥമാണെന്ന് പറഞ്ഞ സർക്കാരാണ്. ആ യുവതീ പ്രവേശം നടപ്പാക്കുക എന്ന് പറയുന്നത് ഭക്തരുടെ വികാരത്തിന് വിരുദ്ധമാണ്. അപ്പൊ ഭക്തരുടെ വികാരത്തിനൊപ്പം നിൽക്കുമെന്ന് പറയുമ്പോൾ അതിനുള്ളിലെ നിലപാടെന്താണ്? 2, അന്ന് എടുത്ത കേസുകൾ പോലും പിൻവലിക്കാൻ ഇപ്പോഴും അയ്യപ്പ ഭക്തരെ ദ്രോഹിക്കുകയാണ് സർക്കാർ എന്നാണ് പ്രതിപക്ഷവാദം. അവരുടെ ചോദ്യം ഇതാണ്. അത് രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം അവർ ചോദിക്കട്ടെ. ഇപ്പൊ ഏതായിരുന്നാലും ഈ ആഗോള അയ്യപ്പ സംഗമത്തിൽ ചർച്ച ചെയ്യുന്ന പ്രശ്നം വികസനത്തിന്റേതാണ്. മറ്റേ വിഷയം എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന വിഷയമാണ്. അതിനെക്കുറിച്ച് എന്തെങ്കിലും ഞാൻ കയറി ഇപ്പോൾ കമന്റ് ചെയ്യുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം, സബ്ജുഡീസായി മാറും. അത് പറയുന്നത് ശരിയല്ല. അതുകൊണ്ട് അങ്ങനെ ഒരു വിഷയം ഇവിടെ ചർച്ചയില്ല, അങ്ങനെ ഒരു രൂപത്തിലേക്ക് നമ്മൾ എത്തിയിട്ടുമില്ല. അത് വിവാദമാക്കേണ്ട ഒരു പ്രശ്നവും ഇപ്പം ഇല്ല. ബഹുമാനപ്പെട്ട കോടതിയുടെ മുമ്പിൽ റിവ്യൂ പെറ്റീഷൻ അയക്കുന്ന പ്രശ്നങ്ങളാണ്. അത് പിന്നീട് സർക്കാർ നിലപാടെന്താണെന്ന് കോടതി പറയുന്നതനുസരിച്ച് സത്യവാങ്മൂലം കൊടുക്കാൻ പറയാം. അപ്പോൾ കൂടി ആലോചിച്ച് ആ കാര്യത്തിൽ പറയും. ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു വിവാദം ഉണ്ടാക്കിയെടുത്ത് ഇതിനെ തെറ്റായ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയുള്ള ആസൂത്രിതമായ ഒരു നിയമത്തിന്റെ ഭാഗമാണ് ആ ചർച്ച അവർ ഓപ്പൺ ചെയ്തത് എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ഈ വികസന യാഥാർത്ഥ്യം മുന്നിൽ നിർത്തിക്കൊണ്ട് നടത്തുന്ന ഈ പ്രവർത്തനം മറ്റൊരു രൂപത്തിലേക്ക് വഴിതിരിച്ചു വിടാൻ കഴിയുമെന്നാണ് ആ വാദത്തിന് മുമ്പിലും ഈ വിവാദങ്ങൾ ഉണ്ടാക്കുന്നതിന്റെ എല്ലാം ഉള്ളടക്കം. അതുകൊണ്ട് ഞങ്ങൾക്ക് അവരോടെല്ലാം വിനയപൂർവ്വം ആഗോള അയ്യപ്പ സംഗമത്തിൽ വിവാദം കാണേണ്ട, അത് വികസനമാണ് അതിൽ ചർച്ചയാകേണ്ടത് എന്നാണ് മന്ത്രി VN വാസവൻ പറഞ്ഞത്. ഈ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യാക്കോസ് ചേരും. നമസ്കാരം.